ഇന്ന് കാലത്ത് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റത് നമ്മുടെ ഒരു ഫോളോവർ കുട്ടിയുടെ മെസ്സേജ് കണ്ടിട്ടാട്ടാ. എബ്രോഡൊക്കെ നിൽക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി മീൽ ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ട്ടാ ആ മെസ്സേജ്. പിന്നെന്താ, അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാട്ടാ. അപ്പോൾ ഈ ഒരു മീൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആട്ടാ. മീഡിയം സൈസാണ് എൻ്റെ ഫേവറേറ്റ് ട്ടാ. ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എന്നൊക്കെ പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീന്റെ സോഴ്സ് ആട്ടാ. അപ്പൊ ആദ്യം മീഡിയം സൈസിലുള്ള ആ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്യാട്ടാ. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് പീസുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ 2-3 തുള്ളി സോയാ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാട്ടാ. ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുക്ക് ചെയ്യാനായിട്ട് നമ്മളോട് ഉപയോഗിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ആയിട്ടുള്ള ഒലീവിൻ്റെ ഓയിലാട്ടാ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മീൽ ഉണ്ടാക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ആയിട്ടുള്ള ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്നത് ഒരു നല്ല കാര്യമാട്ടാ. അത് മാത്രമല്ല, എക്സ്ട്രാ വെർജിൻ ആയിട്ടുള്ള ഒലീവ് ഓയിൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റിന്റെ സോഴ്സും കൂടി ആട്ടാ. എന്നിട്ട് നമ്മളെ ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഫ്രൈ പാൻ അതിന്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് ഒലീവ് ഓയിൽ അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് അതിലിട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ വളരെ സ്ലോ ആയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാട്ടാ. ഈ മീൽസിലേക്ക് കാർബ്സ് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ചപ്പാത്തിയും ഇതിൻ്റെ കൂടെ വെക്കാട്ടാ. നമ്മളിപ്പോൾ ഉണ്ടാക്കണ മീൽസിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കുക്കുംബറും പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ആട്ടാ. അത് മാത്രമല്ല, ഈ മീലിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആപ്പിൾ ആട്ടാ. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് വെജിറ്റബിൾസ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാനായിട്ട് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൽ റെഡി ആയിട്ടാ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ മീല് ലോ കാലറിയാണ്, ഹൈ പ്രോട്ടീനാണ്, ഹൈ ഫൈബറാണ്, വളരെ ക്ലീനും ആണ്, മാത്രമല്ല വളരെ ഹെൽത്തിയും ആട്ടാ. അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയിട്ടാ.